വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ നമുക്ക് ഇതൊക്കെ തെളിവ് സഹിതം കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ച സമയത്ത് അപ്പാനി ശരത്, അപ്പാനി ചേട്ടനെയാണ് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ രേണുസുതിയും ഷാരിക്കും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ രേണുസുതി പറയുന്നുണ്ട്, പറയുന്നത് എന്റെ കയ്യിൽ തെളിവില്ലാഞ്ഞിട്ടല്ല, ഞാനിത് എടുത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വലിയൊരു ടോപ്പിക് ആയിട്ട് മാറിയിരിക്കാണ്. അതുപോലെ തന്നെ ജിസേലിനെ അക്ബർ നോക്കുന്നത് ശരിയല്ല എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. നിവിനൊരു ഗേ ആണെന്നാണ് ഷാൻമണി പറഞ്ഞത്. സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ബിൻസി അപ്പാനി ബന്ധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതാണ്. അവിടെ പാറയായത് ബിൻസിയുടെ ഇന്റർവ്യൂ തന്നെയാണ് ബിൻസിക്ക് പാറയായിട്ടുള്ളത്. അതുമാത്രമല്ല, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ച് അവിടെ വീട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് വീടിനുള്ളിൽ അകത്തുള്ളവർ തന്നെ ഇത് അപ്പാനിയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാര്യങ്ങളുടെ കിടപ്പ് അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മുടെ നിവിനെതിരെ ജാൻമണിയുടെ ഇന്റർവ്യൂവിൽ നിവിനെതിരെ ജാൻമണി നല്ലൊരു ഡയലോഗും വെച്ച് കാച്ചിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ നമുക്ക് ഇതൊക്കെ തെളിവ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് സംഭവ ബഹുലമായിരുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു സംശയമില്ലല്ലോ, എല്ലാവരും കണ്ട കാര്യമായിരിക്കും. നമ്മുടെ അനുമോള് പൊളിച്ചടിക്കിയ എപ്പിസോഡായിരുന്നു. പകല് മുഴുവൻ ഉണ്ടായിരുന്ന എപ്പിസോഡെങ്കിൽ പാതിരാത്രി എപ്പിസോഡ് മുഴുവൻ തൂക്കിയത് ഷാനവാസ് ആണെന്നും പറയേണ്ടി വരും. അവിടെ അനുമോളിനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സിറ്റുവേഷൻ വന്ന സമയത്ത് അവിടെ നെഞ്ചും വിരിച്ചു നിന്ന് അവിടെ അനുമോൾ ഇവരെ എല്ലാവരും നേരിടുന്നത് നിങ്ങൾ എല്ലാവരും ലൈവില് കണ്ടിട്ടുണ്ടായിരിക്കും. എപ്പിസോഡിലും ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. അവിടെ കിച്ചണിലത്തെ ഇഷ്യൂ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കുറച്ചെങ്കിലും അനുമോളുടെ ഭാഗത്താണ് എന്നുള്ളത്. കാരണം തലേ ദിവസം രാത്രി അവിടെ പറഞ്ഞ കാര്യമാണ്, ഇവര് കിച്ചൺ ടീമിനെ തെരഞ്ഞെടുത്ത സമയത്ത് ശരത്ത് പറഞ്ഞ കാര്യമാണ്, കിച്ചണിൽ നമ്മൾ മാത്രമേ കയറാവൂ, പുറത്തുനിന്ന് ആരെയും കയറ്റാൻ പറ്റത്തില്ല എന്നൊരു റൂളൊക്കെ അവർ വെച്ചിട്ട് പിന്നെ ജിസേലിനെ കയറി കുക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചത്. അത് അവരുടെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിരുന്നു. സംഭവം അനുവിന് കിട്ടിയ കണ്ടന്റ് ആയിരുന്നു. അനു അതെടുത്ത് അങ്ങ് ചോദ്യം ചെയ്തപ്പോഴാണ് നമ്മുടെ അപ്പാനിയും അക്ബറും ഒക്കെ കൂടിയുള്ള ആക്രമണം. അക്ബറിന്റെ ആക്രമണത്തിനായിരുന്നു അവിടെ രസം വന്നത്. അവിടെ അപ്പാനിയുടെ അടുത്ത് അവിടെ അനുമോൾ പറഞ്ഞു, നിങ്ങൾ കാരണം ഒരു പെൺകുട്ടി പുറത്താകേണ്ടി വന്നു. അതായിരുന്നു അവിടുത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് കേട്ട വഴിക്ക് അക്ബറിനെ ഉറഞ്ഞു തുള്ളി, അതാണോ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉഗ്ര ഫൈറ്റ്. പക്ഷെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെ അല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ഗംഭീരമായിട്ട് അനുമോള് നേരിടുകയും ചെയ്തു. ഇത്രയും പേരുടെ അടുത്ത് ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അനുമോളെയാണ് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോ നമുക്ക് പറയാം അനുമോളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും ശരി, ന്യായം ഇല്ലെങ്കിലും ശരി, ഇത്രയും പേരെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത് അത് അനുമോളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുശേഷം ഇപ്പൊ അപ്പാനിയുടെ അടുത്ത് പോയി സോറി പറയുകയും കാല് പിടിക്കുകയും ചെയ്യുന്ന അനുമോളെ കണ്ടു പുറത്തുപോയ ഒരാളെ ഞാൻ വലിച്ചിട്ടത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് അവിടെ കൊണ്ട് തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായിരുന്നു ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ബന്ധം? നിങ്ങൾക്ക് സംശയമുണ്ട്? ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആര്? ആ വീട്ടിൽ മിസ് ചെയ്ത ശരത്തേട്ടന്. ബിൻസി ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യാൻ ചാൻസ് ആർക്കാ? ശരത്തേട്ടൻ തന്നെ. ഇവിടെ ഏങ്കർ എന്താണ് ചോദിക്കുന്നത്, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ച സമയത്ത് അപ്പാനി ശരത്, അപ്പാനി ചേട്ടനെയാണ് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ വീട്ടിൽ ആരായിരിക്കും ബിൻസിയെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴും ശരത്തേട്ടനായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതൊന്നും എപ്പിസോഡിലും ലൈവിലൊന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ലല്ലോ. അവർക്കിടയിൽ എന്തായിരുന്നു ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈവിലും എപ്പിസോഡിലൊന്നും കാര്യമായി കണ്ടിട്ടില്ല. അവിടെ ചെറിയൊരു കോംബോ സൃഷ്ടിക്കാൻ നോക്കിയതാണ് രണ്ടുപേരും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അറിവ്. ചെറുതായിട്ടൊക്കെ നമ്മൾ ലൈവിൽ അല്ലറ ചില്ലറ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു കോംബോ ആയിരുന്നോ ഇവരുടെ ഇടയിൽ എന്ന് നമുക്ക് സംശയം തോന്നും. സംഭവം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ, ലൈവിലാണെന്നുണ്ടെങ്കിലും അവര് കുറച്ചൊക്കെ കട്ട് ചെയ്ത് വേണ്ട ഭാഗങ്ങൾ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. ആ കോംബോ ബിഗ് ബോസിന് തന്നെ അങ്ങ് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ബിഗ് ബോസ് ആ കോംബോ അങ്ങ് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതാണ് സംഭവം. അവിടെ രണ്ടുപേരും കൂടി ചാച്ചനും ചേച്ചിയും ഒക്കെ ആയിട്ടുള്ള ഒരു കോംബോയൊക്കെ സൃഷ്ടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പാനിയുടെ മാരേജ് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ലവ് കോംബോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തോ അവർ തമ്മിലുള്ള ഒരു ചേട്ടൻ അനിയത്തി ബന്ധമോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബന്ധമോ എങ്ങനെ എന്തൊക്കെയോ ഒരു കോംബോ സൃഷ്ടിക്കാനായിട്ട് അവിടെ അപ്പാനിയും അതുപോലെ നമ്മുടെ
ബിൻസിയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കോംബോ വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇവിടെ ബിൻസി ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ബിൻസിക്ക് അവിടെ ഫോൺ കിട്ടിയിട്ടുണ്ടാവില്ല, പുറത്തത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ബിൻസിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കോംബോ പുറത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും എന്നാണ് ബിൻസി കരുതുന്നത്. അതുകൊണ്ടാണ് ബിൻസി ആ കോംബോയെ മിസ് ചെയ്യുന്നു, ശരത്തേട്ടനെ മിസ് ചെയ്യുന്നു, ശരത്തേട്ടൻ എന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ഡയലോഗ് ഇട്ടത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ എന്തു കോംബോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു കോംബോ പ്രേക്ഷകർക്കിടയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കോംബോയെ കുറിച്ചാണ് അനുമോള് പറഞ്ഞത്. ഇങ്ങനെ ഒരു കോംബോയെ കുറിച്ചാണ് അനുമോൾ അവിടെ സൂചിപ്പിച്ചത്. ഇത് കേട്ടപ്പോഴാണ് അവിടെ അക്ബറും അപ്പാനിയും ഒക്കെ അങ്ങ് കൺട്രോൾ വിട്ട് ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഹൗസിനുള്ളിലെ പലർക്കും ഇത് സംശയമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ രേണുസുതിയും ശാരികയും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ രേണുസുതി പറയുന്നുണ്ട്, ഓ അവിടെ ഭയങ്കര കമ്പനി ആയിരുന്നു എന്നുള്ളത്. അതായത് അപ്പാനി ശരത്തും ജിൻസിയും തമ്മിൽ ഭയങ്കര കമ്പനി ആയിരുന്നു. പക്ഷെ പോകുന്നതിന് 2 ദിവസം മുമ്പ് അവർ തമ്മിൽ പിണങ്ങുകയും കുറ്റം പറയുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അവിടെ ശാരികയുടെ അടുത്തിരുന്നിട്ട് രേണുസുതി പറയുന്നുണ്ട്. അപ്പോ ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള പലർക്കും ഇതറിയാം എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല നമ്മുടെ ഷാനവാസ് ഈ കാര്യം വെച്ച് അവിടെ അപ്പാനി ശരത്തിന്റെ വായടക്കുന്ന സീനാണ് നമുക്ക് എപ്പിസോഡിൽ ലാസ്റ്റ് കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഷാനവാസ് പറയുന്ന സമയത്ത് അപ്പാനിക്ക് ഒന്നും പറയാനില്ല, അപ്പാനി ഒന്നും ഇണ്ടാതെ നിൽക്കാണ്. പിന്നെ പറയുന്നത് അപ്പാനി നിങ്ങളും ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളെ പോലെ ഇത്രയും ചീപ്പ് ഗെയിം ഞാൻ കളിക്കുന്നില്ല എന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ തെളിവില്ലാഞ്ഞിട്ടല്ല, ഞാനിത് എടുത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റൊരു പെങ്ങളുടെ ജീവിതം നശിക്കും. അതായത് അപ്പാനിയുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വലിച്ചിട്ട് ഇവിടെ നാറ്റിക്കാത്തത്. പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. കാരണം അക്ബറും അപ്പാനിയും അവിടെ ഷാനവാസിനെതിരെ ഗെയിം കളിക്കുന്നുണ്ട്. ഷാനവാസിന് അറിയാം. കാരണം തുടക്കാഴ്ചയിൽ തന്നെ ഇവർ രണ്ടുപേരും പലരെയും അവിടെ ഷാനവാസിനെതിരെ തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ഷാനവാസിന് അത് മനസ്സിലായ കാര്യമാണ്. നമ്മളെല്ലാവരും എപ്പിസോഡിൽ ലൈവിലൊക്കെ അത് കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഷാനവാസിനെതിരെ ഇവരൊക്കെ തിരിച്ചുവിടുന്നത് അത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അനുമോൾ അത് സംസാരിച്ച സമയത്ത് ഇവരെ ഒന്നും അറിയാത്തോളം പൊട്ടം കണിച്ചിട്ട് അനുമോളുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് തോന്നുന്നു ഷാനവാസിന് അത് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഷാനവാസ് ഇന്ന് അവിടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിസത്തെയും ഷാനവാസ് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അക്ബർ, അപ്പാനി, അതുപോലെ ജിസയില് ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിസത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഗ്രൂപ്പിസം ഞങ്ങളിവിടെ കളിക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ആളാണ്. ആ ഗ്രൂപ്പിസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഇല്ലേ ഞങ്ങൾക്ക് ഇന്ന് അങ്ങനെ കളിച്ചാൽ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവര് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഷാനവാസിനെ എതിർത്ത് സംസാരിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. ഷാനവാസിനെ പേടിച്ചിട്ട് നിൽക്കുന്ന പോലെയാണ് അപ്പാനിയോട് സംസാരിക്കുന്നത്. അക്ബർ ഒന്നും മിണ്ടാനായിട്ട് തന്നെ വരുന്നില്ല. ഇവിടെ പ്രോബ്ലം പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പാനിയാണ്. എന്തൊക്കെ അങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പാനിയോട് മാക്സിമം ഷാനവാസിനെ അവിടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും കൂട്ടുകൂടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ഒരു പൊട്ടിക്ക് ഒതുങ്ങുന്നില്ല. ഷാനവാസ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിങ്ങളുടെ ഒപ്പം ഒന്നിനില്ല, നിങ്ങൾ എനിക്കെതിരെ ഗെയിം കളിക്കുന്നു, ഞാൻ നിങ്ങൾക്കെതിരെ ഗെയിം കളിക്കുന്നു, ഇനി നമുക്ക് ഗെയിം കളിച്ചിട്ട് തീരുമാനിക്കാം എന്നൊക്കെയാണ് അവിടെ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്. അല്ലറ ചില്ലറ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഷാനവാസ് അമ്മാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വരുന്നുണ്ട്. അത് ഷാനവാസിന്റേതായ കുറച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അമ്മാവൻ പണിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുറെ പേര് കളിയാക്കുന്നത് ഉണ്ടെങ്കിൽ പോലും ഒരു ഫാദർ എന്ന നിലയിൽ അയാളുടേതായ രീതികളെ കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ സ്വന്തം കുറച്ച് എത്തിക്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ആ ഒരു മാന്യത വിട്ടിട്ടൊന്നും ഷാനവാസ് അവിടെ ഗെയിം കളിക്കുന്നില്ല. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമറാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഗെയിമറാണ് ഷാനവാസ്. ഷാനവാസിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പോലും ഇപ്പൊ അക്ബറിനെയോ അപ്പാനി ശരത്തിനോ സാധിക്കുന്നില്ല. അവർ രണ്ടുപേരും മിണ്ടാതെ ഷാനവാസിനെ എതിർത്ത് സംസാരിക്കാനോ കൂടുതൽ വഴക്കിനോ വക്കാണത്തിനോ ഒന്നിനും അവർ വരുന്നില്ല. ഷാനവാസിനെ എങ്ങനെ ഒതുക്കാം അല്ലെങ്കിൽ ഷാനവാസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ട് ഷാനവാസിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഷാനവാസിന്റെ റേഞ്ച് എന്താണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ അപ്പാനി ശരത്തിന്റെയും നമ്മുടെ RJ ബിൻസിയുടെയും കാര്യമാണ്. ഇപ്പൊ പുറത്തുപോയൊരു മത്സരാർത്ഥിനെ കുറിച്ച് നമുക്കൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് ഒരു ഗെയിമിന്റെ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചേ തീരൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നത് RJ ബിൻസിയുടെ ഇന്റർവ്യൂ കൂടി പുറത്തു വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇത് നമ്മൾക്കും സംസാരിച്ചേ പറ്റും. ബിഗ് ബോസ് വീട്ടിലും ഇതൊരു വലിയൊരു ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജിസേലിനെ അക്ബർ നോക്കുന്നത് ശരിയല്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്.
ജിസേലിനെ നോക്കുന്നത്. പക്ഷെ നമുക്ക് അല്ലറ ചില്ലറ അവിടെ അക്ബർക്ക് കമന്റ് അടിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ എത്രത്തോളം ഇത് ഉണ്ട് എന്നുള്ളത് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് അറിയാലോ. അപ്പൊ ഷാനവാസ് പറഞ്ഞത് അക്ബറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഷാനവാസ് കള്ളം പറഞ്ഞ് കളിക്കാൻ തുടങ്ങിയതാണോ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ നിവിൻ എന്ന് പറയുന്ന കക്ഷി, നിവിൻ എന്ന് പറയുന്നത് അവിടെ എല്ലാവരുടെ അടുത്തും ആണുങ്ങളുടെ അടുത്ത് പെണ്ണുങ്ങളുടെ അടുത്തും ഒക്കെ ഒരുപോലെയാണ് നിവിൻ എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത്. പക്ഷെ പെൺപിള്ളേരെ ഇടയിൽ കയറി കിടക്കുന്നു, പെൺപിള്ളേരെ ഹഗ് ചെയ്യുന്നു, അതൊന്നും അത്ര ശരിയല്ല എന്നൊരു കാര്യം അവിടെ വന്നിട്ടുണ്ട്. അക്ബർ അത് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ വന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഇപ്പോൾ ചോദ്യം ചെയ്യുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോഴാണ് മറ്റൊരു കാര്യം വന്നത്, നമ്മുടെ ജാൻമണിയുടെ ഇന്റർവ്യൂ. അതൊന്ന് കണ്ടു നോക്ക്. ഒരുപാട് എന്താ പറയാ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നെവിൻ ഗേ ആണ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? നിവിൻ അവിടെ സംഭവം എങ്ങനെയാണ്? നമ്മുടെ ജാൻമണി എന്താണ് നിവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നിവിൻ ഒരു ഗേ ആണെന്നാണ് ജാൻമണി പറഞ്ഞിട്ടുള്ളത്. അവിടെ പെൺപിള്ളേരായിട്ടാണോ അതോ ആൺപിള്ളേരായിട്ടാണോ അവിടെ ലവ് ട്രാക്ക് പിടിക്കുന്നത് എന്ന് ജാൻമണി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് ഒരുപാട് അഫെയർ ഉള്ളതൊക്കെ എനിക്കറിയാം. അവനൊരു ഗേ ആണ്, അവൻ മറച്ചു വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് ജാൻമണി പറയുന്നത്. സംഭവം ഇപ്പൊ എങ്ങനെയാണ്? പക്ഷേ നിവിൻ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിൽക്കുന്നത് ഗേ ആയിട്ടല്ല. അതൊരിക്കൽ പോലും നിവിൻ സമ്മതിച്ചിട്ടില്ല. ജിസേല് അവിടെ പറയുന്നുണ്ടായിരുന്നു, നിനക്കൊരു ബോയ് ഫ്രണ്ട് അല്ലേ വേണ്ടേന്ന് ഫസ്റ്റ് വീക്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിവിന്റെ അടുത്ത്. പക്ഷെ നിവിൻ ആ സമയത്ത് പറഞ്ഞത് എനിക്ക് ബോയ് ഫ്രണ്ട് അല്ല, എനിക്ക് വേണ്ടത് ഗേൾ ഫ്രണ്ട് ആണെന്നാണ് നിവിൻ അവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ നിവിൻ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിൽക്കാനാണ് നിവിൻ അവിടെ ആഗ്രഹിക്കുന്നത്. പക്ഷെ പുറത്ത് ജാൻമണി ആ വെടി പൊട്ടിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. നിവിൻ എന്താണ് എന്നുള്ളത്, ഇത് അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥി അത് പുറത്തേക്ക് പറയാതെ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു, പെൺപിള്ളേരുടെ അടുത്ത് നന്നായിട്ട് ഇടപഴകുന്നു, അവരെ ഹഗ് ചെയ്യുന്നു, അവരൊപ്പം പോയി കെടുക്കുന്നു. కొంచెం ഓവർ അല്ലേ നിവിനെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിവിൻ അവിടെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ നിവിനൊരു ഗേ ആണെന്നുണ്ടെങ്കിൽ അവനെ പെൺപിള്ളേരുടെ അടുത്ത് ഇപ്പൊ എന്ത് ചെയ്താലും പ്രത്യേകിച്ചൊന്നും തോന്നാനൊന്നും പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. എത്ര പേര് കണ്ടു എന്നറിയില്ല, ഞാൻ ആ വീഡിയോ ക്ലിപ്പിംഗ് ഇവിടെ വെക്കുന്നില്ല. എത്ര പേര് കണ്ടു എന്നറിയില്ല, നമ്മുടെ ജിസയിൽ നിന്ന് കുമ്പിട്ട് നിവരുന്ന സമയത്ത് വാവ് എന്ന് പറഞ്ഞുകൊണ്ട് നിവിന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പരക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ക്ലിപ്പിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നിവിൻ ഗേ തന്നെയല്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഗെയിം ഇപ്പൊ മറ്റൊരു തലത്തിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. ഷാനവാസ്, അനുമോള്, നിവിൻ ഇവരൊക്കെയാണ് ഇപ്പൊ ഗെയിമിൽ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാന കണ്ണികൾ. ഇവരെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഇനി കൊമ്പ് കോർക്കുന്നത്, ആരൊക്കെയാണ് മുന്നേറുന്നത്, ഇതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഷാനവാസ് ആണെങ്കിലും അനുമോൾ ആണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇവർക്ക് രണ്ടുപേർക്കുമാണ് എനിക്ക് തോന്നുന്നു മറ്റു ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഫാൻ സപ്പോർട്ട് കാര്യങ്ങളും എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നുണ്ട്. ഷാനവാസിനും അനുവിനും കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത്തവണ അനീഷിന് ഈ ആഴ്ച കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നുമില്ല. കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് അനീഷ് അവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഷാനവാസൊക്കെ ആയിട്ട് ഒന്ന് ഉടക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവിടെ നോക്കുന്നുണ്ടായിരുന്നു അനീഷ്. പക്ഷെ കണ്ടന്റ് അങ്ങ് ഒത്തുവരുന്നില്ല. അനീഷ് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്, പക്ഷേ വിചാരിച്ച പോലെ അങ്ങോട്ട് കണ്ടന്റ് കിട്ടുന്നില്ല എന്നൊരു പരിഭവം ഇപ്പോൾ അവിടെ അനീഷിലുണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നത്. ഷാനവാസായിട്ട് ഉടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഗെയിമേഴ്സിനെ എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ഗ്രൂപ്പിസും ഇഷ്ടമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല ഗ്രൂപ്പുകളും വിജയിച്ച സീസണുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പ് കൂടെ വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ കുറച്ച് അപ്പാനി ഫാൻസിനൊക്കെ കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അക്ബർ പറയുന്നുണ്ടായിരുന്നു, അനുമോള് ഈ വീട്ടിലെ ഏറ്റവും പേടി നമ്മുടെ അപ്പാനി ശരത്തിനാണ്. കാരണം അനുമോൾക്ക് ഒരു ഫെയിം ഉണ്ട് പുറത്ത്. അതുപോലെ തന്നെ അനുമോൾക്ക് PR ഉണ്ടെന്നൊക്കെ പറയുന്നത്. PR ഇല്ലാത്ത ആരും തന്നെ അവിടെ മത്സരാർത്ഥികൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും PR അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് രഹസ്യമായിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അനുമോളുടെ PR വർക്കിന് വേണ്ടിയിട്ടാണ് അനുമോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഇവിടെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ PRകൾ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊള്ളുന്നു. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പാനി കയറുമ്പോഴേക്കും അപ്പാനിക്ക് ഫാൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അനുമോൾക്ക് പേടിയുള്ളത് അപ്പാനിനെയാണ്. അപ്പാനിക്കാണ് പിന്നെ ഇവിടെ ഫെയിമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അനുമോള് അപ്പാനിക്കെതിരെ കളിക്കുന്നതെന്നൊക്കെയാണ് അവരവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്. സംഭവം എന്തായാലും കളി ഇപ്പൊ
ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. പരസ്പരം വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെയാണ് വരുന്നത്. ഇപ്പൊ ഗെയിമൊക്കെ മാറിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയും വഴക്കും ഒക്കെ സീരിയസ് ആയിട്ട് വരുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. ഇനി അടിയിൽ കലാശിക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ ബൈ.